ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.5% വിദ്യാർത്ഥികൾ വിജയിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയാണ് പരീക്ഷാഫല പ്രഖ്യാപനം നടത്തിയത്. ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി ഇപ്പോൾ കോട്ടൺ ഹിൽ സ്കൂളിൽ വിദ്യാർത്ഥികളെ കാണുകയാണ്. വിവരങ്ങളുമായി മാനസ മനോജ് കൂടി ചേരുന്നുണ്ട്. മാനസ, വലിയ തരത്തിലുള്ള ചരിത്ര വിജയമാണിപ്പോൾ SSLC പരീക്ഷാ ഫലപ്രഖ്യാപനത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. 99.5% വിജയം. മാത്രവുമല്ല, മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഹയർ സെക്കൻഡറിക്ക് കൂടുതൽ സീറ്റുകൾ, ഒരു വിദ്യാർത്ഥിക്കും അവസരം നഷ്ടപ്പെടാൻ കഴിയാത്ത സാഹചര്യം. വളരെ കൃത്യമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള ഇടപെടൽ, ആസൂത്രണം. എന്താണ് ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഏത് സ്കൂളിലാണ് ഏത് ജില്ലയിലെ സ്കൂളുകൾക്കാണ് 100 മേനി കൂടുതലുള്ളത്? അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ A+ ഉള്ള സ്കൂളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മികവേറുന്ന ഒരു നിമിഷം കൂടി തന്നെയാണ് SSLC ഫലപ്രഖ്യാപനത്തോടു കൂടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. 99.5% വിജയ ശതമാനമാണ് 2025 ഈ SSLC ഫലപ്രഖ്യാപനത്തിലുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അല്പസമയത്തിനകം തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ എത്തി കുട്ടികളെ സന്ദർശിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, നിലവിൽ ഇവിടെ ഒരുപാട് കുട്ടികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെയൊക്കെയും തന്നെ റിസൾട്ട് അറിഞ്ഞു വരികയാണ്. ഇപ്പോൾ നമ്മളോട് ഒരു കുട്ടി ചേരുന്നുണ്ട്. റിസൾട്ട് അറിഞ്ഞല്ലോ അല്ലേ? 9A+ വരെ. 9A+ വരെ. സന്തോഷ നിമിഷം തന്നെയല്ലേ? സന്തോഷം. പ്രതീക്ഷയെക്കാളും കൂടുതൽ കിട്ടി. പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലാണ്. ഒരു 2-3 എണ്ണം പാടായിരുന്നു, പക്ഷേ കിട്ടി. ഇപ്പം എല്ലാവരും തന്നെ നേരത്തെ തന്നെ സ്കൂളിലെത്തി ഇങ്ങനെ റിസൾട്ട് നോക്കുകയാണ്. കൂട്ടുകാരുടെയൊക്കെ അറിഞ്ഞോ? കൂട്ടുകാരുടെ അറിഞ്ഞു. A+ നല്ല മാർക്ക് എല്ലാവർക്കും. ഇതിപ്പോൾ അമ്മയാണ്. അല്ല, ഇത് എങ്ങനെയുണ്ട്? ഫുൾ A+ ഉണ്ട്. ഏതായാലും ഇരട്ടി സന്തോഷത്തിലാണ്. അതെ 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 മോളുടെ റിസൾട്ട് അറിഞ്ഞിരിക്കുകയാണ്. ഫുൾ A+. നല്ല സന്തോഷമുണ്ട്. ടെൻഷൻ അടിച്ച നിമിഷങ്ങളൊക്കെ പോയി. അതെ, ഇതുവരെ കിട്ടാത്ത വെബ്സൈറ്റ് ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ പിന്നെ സാറിൻ്റെ കൊടുത്താൽ നോക്കിയത്. അപ്പോൾ പിന്നെ എളുപ്പം അറിയാൻ പറ്റി. ഓക്കെ, ഹാർഡ് വർക്കിന് ഫലം കണ്ടു. അതെ അതെ അതെ. ഏതായാലും സിജു, കുട്ടികളെല്ലാം തന്നെ വളരെ സന്തോഷത്തിലാണ്. അല്പസമയത്തിനകം ഈ കുട്ടികളെ നേരിട്ടെത്തി സന്ദർശിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് വിജയ ശതമാനം നോക്കുകയാണെങ്കിൽ കൂടുതൽ വിജയ ശതമാനം കണ്ണൂർ ജില്ലയിലാണ്. ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലാണ് വിജയ ശതമാനം കുറവ് എന്നും നേരത്തെ മന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. ശരി, മന്ത്രിയുടെ വാക്കുകൾ കേട്ട ശേഷം ആ മനസ്സിലേക്ക് തിരികെ വരാം. SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,020. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,24,583. വിജയശതമാനം 99.5. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 99.69. കുറവ് 0.19%. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 61,449. മന്ത്രി പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ A+ ഉള്ളത് മലപ്പുറം ജില്ലയിലുമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 1% ആ വിജയം ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഫലം പ്രഖ്യാപിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തത്. മാനസ മനോജ് ഒരിക്കൽ കൂടി ചേരുന്നു. മാനസ, നിലവിൽ മന്ത്രി അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് നേരിട്ട് നൽകും എന്ന തരത്തിൽ തന്നെയാണ്. എങ്ങനെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ടോ മന്ത്രി ഈ സർട്ടിഫിക്കറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട്? മാനസ മനോജാണ് കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് ചേരുന്നത്. നിലവിൽ SSLC ഫലപ്രഖ്യാപനം 99.5% വിജയമാണ് ഇത്തവണത്തെ SSLCയുടെ ഫലം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കണ്ണൂർ ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ A+ ഉള്ളത് മലപ്പുറത്തും ആണ്. ഏകദേശം 61,000-ൽ പരം വിദ്യാർത്ഥികൾക്കാണ് ഈ തരത്തിൽ ഉപരിപഠനത്തിന് അർഹത ലഭിച്ചിട്ടുള്ളത്. എല്ലാവർക്കും പഠനത്തിന് അവസരമൊരുക്കുന്ന തരത്തിൽ
+1 സീറ്റുകളും ഒരുക്കിയിട്ടുണ്ട്, VHSE സീറ്റുകളും ഒരുക്കിയിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ തന്നെയാണ് മന്ത്രി ഫലം പ്രഖ്യാപിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തത്. മനസ മനോജ് ഒരിക്കൽ കൂടി ചേരുന്നു. മനസ, കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഇപ്പോൾ, തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ് മാനസ ഇപ്പോൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ മന്ത്രി അവിടെ എത്തിച്ചേരും. നേരത്തെ മാനസ സംസാരിച്ചതുപോലെ എല്ലാ വിദ്യാർത്ഥികളും വളരെ സന്തോഷത്തിലാണ്. വലിയ നല്ല വിജയം കൊയ്യാൻ കഴിഞ്ഞു. മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഗണിതത്തിലടക്കം വലിയ തരത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് റിസൾട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രി അവിടെ എത്തിക്കഴിഞ്ഞു. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഒപ്പം തന്നെ ഫലപ്രഖ്യാപനവുമായി വിജയ ശതമാനവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ കൂടി. തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും തന്നെ മന്ത്രി വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ ഒരു വിജയ ശതമാനം നേടുക എന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടം തന്നെയാണ്. മാത്രമല്ല, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളും ഒപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നതും LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർന്ന് അല്ലെങ്കിൽ മുൻകൈ എടുത്ത് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. ആ ഒരു കാര്യത്തിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം 10ാം ക്ലാസ്സിൽ 99.5% വിജയ ശതമാനത്തോടെ ഫലപ്രഖ്യാപനം ഉണ്ടാവുകയും ഒപ്പം തന്നെ ഇത്തരത്തിൽ കുട്ടികളെല്ലാം തന്നെ മികച്ച വിജയം നേടുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുകയും ചെയ്തത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം ഉണ്ടായിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. തിരുവനന്തപുരത്താണ് കുറവ് എങ്കിൽ കൂടിയും വിജയവും തോൽവിയും പരീക്ഷയാണ്, വിജയവും തോൽവിയും ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു മന്ത്രി വാർത്താ സമ്മേളനം തുടങ്ങിയത്. ഒപ്പം തന്നെ മറ്റ് ഈ പരീക്ഷ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും തന്നെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. വിജയ ശതമാനം കുറഞ്ഞ സർക്കാർ എയ്ഡഡ് 10 സ്കൂളുകളുടെ പട്ടിക പ്രത്യേകമായി എടുത്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേക പരിശോധന നടത്തുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർമാർ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ എന്തുകൊണ്ട് വിജയ ശതമാനം കുറഞ്ഞുവെന്നത്, അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ 1% കുറവായിരുന്നു എന്ന് മന്ത്രി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഏത് രീതിയിലാണ് ഇത്തരത്തിൽ ശതമാനക്കുറവ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് SSLC പരീക്ഷയുടെ മാർക്ക് ഷീറ്റുകൾ കുട്ടികൾക്ക് നേരിട്ട് നൽകുമെന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയും തന്നെ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ വ്യക്തമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെയാണ് പുനർമൂല്യനിർണ്ണയം ഒപ്പം തന്നെ സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്കുള്ള അപേക്ഷ ഈ മാസം 12 മുതൽ 15 വരെ അപേക്ഷിക്കാം. സേ പരീക്ഷ ഈ മാസം 28 മുതൽ ജൂൺ 5 വരെ അപേക്ഷിക്കാം എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. നൂറുമേനി വിജയത്തിന്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ സർക്കാർ സ്കൂളുകൾ 856 ഒപ്പം തന്നെ എയ്ഡഡ് 1034 അൺഎയ്ഡഡ് 441 വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് +1 പ്രവേശനത്തിന് അഡ്മിഷൻ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ അധ്യക്ഷൻ ആയിരിക്കും. ഒപ്പം തന്നെ സീനിയർ അധ്യാപകർ അംഗങ്ങളാകും എന്ന കാര്യവും മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ശരി, മാനസ മനോജാണ് SSLC ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. നേരത്തെ മന്ത്രി പറഞ്ഞതിൽ വ്യക്തത വന്ന ഒരു കാര്യം, വിജയം നേടിയവരുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യ ആഴ്ച മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാകുമെന്ന വിവരം കൂടി മന്ത്രി പങ്കുവച്ചിട്ടുണ്ട്. പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷ മെയ് 12 മുതൽ 17 വരെ ഓൺലൈനായി സമർപ്പിക്കാം. സേ പരീക്ഷ മെയ് 28 മുതൽ ജൂൺ 2 വരെ നടത്തും എന്നുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി ഫലപ്രഖ്യാപനം നടത്തിക്കൊണ്ട് അറിയിക്കുകയും ചെയ്തു.